നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഓമന. എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ കൂറ്റാമ്പാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതം ഒരു പരാജയപ്പെട്ടു പോയതുകൊണ്ട് അതൊരു കോഞ്ഞാട്ടയായി പോയതുകൊണ്ട് ആ കഥ നിങ്ങളൊന്ന് പറഞ്ഞറിയിക്കാനായിട്ട് വന്നതാണ്. 19 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് തൊമ്മൻ. എല്ലാവരും കുഞ്ഞുതൊമ്മൻ എന്ന് പറയട്ടോ. കുഞ്ഞുതൊമ്മൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞു തൊമ്മനാന്ന്. അതൊന്നും അല്ലേ. കുഞ്ഞുതൊമ്മൻ നല്ല പര പോലെ നിൽക്കുന്ന ആളാണ്. പക്ഷെ 3 വയസ്സ് ഉള്ള കുഞ്ഞിൻ്റെ മനസ്സും പക്വതയാണ് എൻ്റെ ഭർത്താവ് കുഞ്ഞുതൊമ്മൻ. അതുകൊണ്ടാണ് ഈ കുഞ്ഞുതൊമ്മൻ എന്ന് പറഞ്ഞത്. ഈ കുഞ്ഞുതൊമ്മൻ എന്ന് പറഞ്ഞ ആള് ഒരേ ഒരു മകനാണ്. അപ്പനും അമ്മയ്ക്കും മകനെ കൂട്ടുകൂടാനൊന്നും വിടില്ല. കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞാൽ മകൻ വഴി തെറ്റി പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മകനെ അപ്പൻ്റെ അമ്മയുടെ ചിറകിൻ്റെ അടിയിൽ വെച്ചിങ്ങനെ അങ്ങോട്ട് വളർത്തി അങ്ങോട്ട് പന പോലെ വളർത്തി. എന്നിട്ട് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. സ്വന്തമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ ഈ കുഞ്ഞുതൊമ്മൻ അറിയില്ല. എന്നാലോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയോ ചെയ്യോ കണ്ടാൽ അത് ഉടനെ തന്നെ പുള്ളിക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു വെടിക്കെട്ട് പാസ്സാകും. ഇങ്ങനെയുള്ള കുഞ്ഞുതൊമ്മൻ കല്യാണം കഴിക്കാൻ കാരണം എന്താണെന്നറിയാമോ? കുഞ്ഞുതൊമ്മന് പിന്നെ ഒരു വിശേഷമുണ്ട് കേട്ടോ. എന്തിങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിലും പുള്ളി എവിടെയെങ്കിലും പോകും, ചെല്ലാൻ പറയും ചെല്ലും, ചെണ്ടയെ തൂക്കിട്ട് അങ്ങോട്ട് നിൽക്കും, കൊട്ടാൻ പറഞ്ഞാൽ കൊട്ടും. അത്രേ ഉള്ളൂ പുള്ളിനെ കൊണ്ട്. ഈ പുള്ളി കല്യാണം കഴിക്കാൻ തന്നെ കാരണം വീടിൻ്റെ അപ്പുറം ഇപ്പുറം 2 ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവർ കല്യാണം കഴിക്കണം കണ്ടിട്ടുണ്ടല്ലോ. തൊമ്മൻ പറഞ്ഞു, മുണ്ടല രാമനും മുരുതല രാമനും കല്യാണം കഴിച്ചു, എനിക്കിപ്പം തന്നെ കല്യാണം കഴിക്കണം. പുള്ളി അവിടെ കിടന്ന ബഹളമാണ്. അങ്ങനെ ബഹളം വെച്ച് അപ്പനും പറഞ്ഞു, മോനെ നീ ക്ഷമിക്കുക, അത് നിനക്ക് കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് അപ്പനും അമ്മയും ഈ തൊമ്മനും കൂടെ കൂടി എൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരും. എന്നെ പെണ്ണ് കാണാൻ വന്നത്. ഈ കുഞ്ഞുതൊമ്മനെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു കൊതി തോന്നി. അമ്മ പറഞ്ഞു, മോനെ കുഞ്ഞുതൊമ്മ നീ എന്തോരം പഠിച്ചതാ മോനെ എന്ന് ചോദിച്ചു. കുഞ്ഞുതൊമ്മ പറഞ്ഞു, അമ്മ ഞാൻ 5-6 കൊല്ലം പള്ളിക്കുർത്തി പോയതാന്ന് പറഞ്ഞു. ഈ പള്ളിക്കുർത്തി പോയെങ്കിലും ആന്നൊരക്ഷരം എഴുതണ്ട, പറയണമെങ്കിൽ ഒന്നുമല്ല സൂചി കൊണ്ട് കുത്തണം, അല്ലെങ്കിൽ തീ കൊണ്ട് കുത്തണം, എങ്കിലേ വലിയക്കണം പറയുള്ളൂ. അങ്ങനെ എന്തായി അങ്ങനെയൊക്കെ ആയാലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല ചടങ്ങുകളുണ്ടല്ലോ. പെണ്ണിനും ചക്കനും പാല് പഴം പഞ്ചസാര ഇതൊക്കെ കൂട്ടിയിട്ട് മധുരം കൊടുക്കുന്ന ചടങ്ങ്. പക്ഷേ തൊമ്മൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങില്ല കേട്ടോ. അവിടെ എന്നാന്ന് വെച്ചാൽ പെണ്ണിനും ചക്കനും ഓരോ തുണ്ടം കരിമ്പാണ് കൊടുക്കണത്. അമ്മായിയാണത് കൊടുക്കേണ്ടത്. അമ്മായി വന്നു, എനിക്കും തന്നു ഒരു തുണ്ടം കരിമ്പ്, കുഞ്ഞുതൊമ്മനും കൊടുത്തു. തൊമ്മന് കരിമ്പ് പഠിച്ചു പറഞ്ഞു, ഇതെങ്ങനെയാണ് തിന്നണത്, ഇതൊന്ന് 2 ആക്കി തന്നേന്ന് പറഞ്ഞു. അമ്മായി വേഗം വന്നത് 2 ആക്കി കൊടുത്തു. 2 ആക്കി കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് 4 ആക്കി തരണം, അല്ലാതെ എനിക്ക് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും അമ്മായി അത് 4 ആക്കി കൊടുത്തു. 4 ആക്കി കൊടുത്തപ്പോൾ അമ്മ പറയാണ്, ഇത് 4 ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിപ്പോയി, 4 കൂടി എനിക്ക് 1 ആക്കി തരാൻ പറഞ്ഞു. അമ്മായി എന്നാൽ ഈ 4 കൂടെ 1 ആക്കി കൊടുക്കണ ഇത് കേട്ടിട്ട് അമ്മായി കിടും. അവിടെ അമ്മായി ബോധം കെട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞു. തീർന്നിട്ടില്ല ഇനിയും ചടങ്ങുകളൊന്നും. അങ്ങോട്ടും കൂടി 4ാം കല്യാണം പോക്കുണ്ടല്ലോ, വിരുന്ന് പോക്ക് 4ാം കല്യാണം. അത് ആ മാസത്തിൽ തന്നെ പോകണം. 2ാമത്തെ മാസത്തിലേക്കും കടന്നു പോയാൽ അത് പെണ്ണിനും ചക്കനും ദോഷമാണത്രേ. അതുകൊണ്ട് അന്ന് എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം കുഞ്ഞുതൊമ്മൻ്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വിളിച്ച് വന്ന ആൾക്കാരെല്ലാം സദ്യയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പോകാൻ തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ സന്തോഷം കൂടി. ഞാൻ സർവ്വ ദൈവങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് വാരി കൂട്ടി എന്നെ നെഞ്ചത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു ദൈവമേ, എല്ലാവരും ഒന്ന് വേഗം പോയി കിട്ടിയാൽ മതിയായിരുന്നു, വേഗം ഒന്ന് രാത്രി ആയാൽ മതിയായിരുന്നു. കാരണം ഇന്ന് ഞങ്ങളുടെ അതിരാത്രിയാണ്, ഇന്ന് ഞങ്ങളുടെ മധുവിധ ദിവസമാണ്. അപ്പം എൻ്റെ മധുവിധ പോലെയാണ് ഈ കുഞ്ഞുതൊമ്മൻ്റെ മധുവിധ ഇരിക്കണതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാനത് പകൽക്കിനാവ് കാണാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ പകൽക്കിനാവ് കൊണ്ടു. രാത്രി വിളിച്ച് വന്നവരെല്ലാവരും പോയി. രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കിടക്കാൻ സമയമായപ്പോൾ അമ്മ ഒരു പായും തലേണയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞുതൊമ്മ, കട്ടിൽ കിടക്കാൻ മെത്തയൊന്നും ഇല്ല ഇവിടെ, ഈ പായ വിരിച്ച് ഈ 2 പേരും കൂടെ ഈ മുറി കിടന്നോളാൻ പറഞ്ഞു. അമ്മ പായം കിട്ടച്ചും പോയി. ഞാനെന്നാൽ പായ വിരിക്കാൻ 2 പേർക്കും കൂടെ ആ മുറി കിടക്കാമല്ലോ എന്ന് വെച്ച് പായ എടുക്കാൻ ചെന്നത് തൊമ്മൻ എന്നോട് പായ പിടിച്ച് പറിച്ച് മേടിച്ചിട്ട് ഒരൊറ്റ വിരിക്കലും വിരിച്ചു. ഇത് കുളപ്പുറത്തിൻ്റെ സാവിത്രിയാനം ചെരിയുമ്പോൾ ഒരൊറ്റ ചെരിയിലും ചെരിഞ്ഞു. എനിക്ക് പായ കിടക്കാൻ സ്ഥലമില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ ഓർക്കുവാട്ടോ, ഞാൻ ആ വാതകം നിന്ന് വെച്ച് ഞാൻ അങ്ങനെ നിൽക്കുക. തൊമ്മൻ കിടന്നു കഴിഞ്ഞാലും ഇച്ചിരി കഴിഞ്ഞാൽ ഒതുങ്ങി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടല്ലോ, ഒരു പായ ഉണ്ടല്ലോ, പകുതി പായ അല്ലല്ലോ ഉള്ളൂ, ഒരു പായ ഉണ്ടല്ലോ. അപ്പം ഇപ്പം വിളിക്കും, കിടക്കാൻ പറയും, ഇപ്പം വിളിക്കുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അശരീരി പോലെ പറയാണ്, എന്തേ ഉറക്കം പന്നില്ലേ, കിടക്കണില്ലേ എന്ന്.
ഓ അപ്പം എനിക്ക് സമാധാനം. എൻ്റെ പെരുവിരൽ പോലെ ഒരു കുളിരിഞ്ഞ് കയറിയിട്ട് നിർഗന്ധല വരും വന്നു. ഇപ്പം എന്നെ വിളിക്കും കിടക്കാലോ എന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പകൽക്കിനാവ് കണ്ട് എൻ്റെ മനസ്സ് കുത്തി നിറച്ച് വെച്ചു. പിന്നെ ഞാൻ രാക്കിനാവ് കാണുവാണെന്ന്. ഇപ്പം വിളിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും നിൽക്കാം. രണ്ടാമത്തെ അശരീരി വരുവാണ്. പേടിക്കൊന്നും വേണ്ടാട്ടോ, അമ്മയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനിവിടെ ഉണ്ടെന്ന്. ഇന്നലെ വരെ ഞാൻ ആ വീട്ടിൽ കിടന്ന് എനിക്ക് ഒരു പേടിക്കണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുഞ്ഞുത്തോമനെ എന്നെ പേടിക്കാണ്ട് എന്നെ പേടി മാറ്റാൻ വന്ന് കിടക്കുവാണ്.